നമ്മൾ വാങ്ങിയതിന്റെ ഇരട്ടി നമ്മുടെ ഭാഗത്തേക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഒരിക്കലും നഷ്ടസാധ്യത ഇല്ലാത്ത, ഒരിക്കലും നഷ്ടം പറ്റാത്ത, എപ്പോഴും പ്രോഫിറ്റ് ആയിട്ട് മാത്രം പോകുന്ന ഒരു ബിസിനസ് ആണ് ശരിക്കും എന്ത് ഈ പറയുന്ന PVC മെത്തേഡ് സീഡ് ഫണ്ടിങ്ങും ടോക്കൺ ഫാമിങ്ങും. അപ്പൊ സീഡ് ഫണ്ടിങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നമ്മൾ അതിൽ സിസ്റ്റത്തിന്റെ പാർട്ണറായി മാറി. നമുക്ക് അവിടെ 0.20 റിട്ടേൺ നമുക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. അത് 1000 ദിവസങ്ങൾ കിട്ടും. നമ്മളത് റെക്കമെൻഡ് ചെയ്യുവാണെങ്കിൽ 1000 ദിവസം എന്നുള്ളത് നമുക്ക് വളരെയധികം കുറയ്ക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും, സ്പീഡ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ സെക്ഷനാണ് ടോക്കൺ ഫാമിംഗ്. ടോക്കൺ ഫാമിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതുപോലെ തന്നെയാണ്. അതായത് അവിടെ ഇതേ കണ്ടീഷൻസ് തന്നെയാണ് നമുക്കുള്ളത്. അവിടെ നമുക്ക് USDT PVC മെറ്റ, USDT എന്ന് പറയുന്നത് നമുക്കറിയാം യുണൈറ്റഡ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രസ്റ്റ് ശരിക്കും ഈ ക്രിപ്റ്റോ കറൻസി മേഖലയിലെ ഒരു സ്റ്റേബിൾ കറൻസിയാണ് ശരിക്കും USDT എന്ന് പറയുന്നത്. അപ്പൊ ഡോളറിന്റെ മൂല്യമാണ് ശരിക്കും USDTക്ക് വരിക. അപ്പൊ ആ USDTയുമായിട്ടുള്ള ഒരു പെയറിലാണ് അതിന്റെ മൂല്യത്തെ എന്ത് ചെയ്തിരിക്കുന്നത്, PVC മെറ്റ മൂല്യത്തെ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ USDT PVC മെറ്റ പെയറിലാണ് ശരിക്കും എന്ത് ചെയ്യുക, ഈ ടോക്ക് ഫാമിംഗ് നമ്മൾ ചെയ്യുക. USDT ആണ് നമ്മൾ ചെയ്യുന്നത്. തീർച്ചയായും അത് മൂല്യം PVC മെറ്റയ്ക്ക് ഈക്വലന്റ് ആണ് എന്നുള്ള കാര്യം അത് കാണിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മൾ അവിടെ USDT മേടിച്ച് ടോക്കൺ ഫാമിങ്ങിന്റെ കാര്യങ്ങളിലേക്ക് വെക്കുമ്പോൾ അവിടെ റിട്ടേൺ നമുക്ക് വരുന്നത് USDT ആയിട്ട് തന്നെയാണ്. നേരമറിച്ച് സീഡ് ഫണ്ടിങ്ങിൽ നമ്മൾ PVC മെറ്റയാണ് ഡയറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ റിട്ടേൺ കിട്ടിയത് നമുക്ക് PVC മെറ്റയായിട്ട് തന്നെയാണ്. ഇവിടെ ടോക്കൺ ഫാമിംഗ് നമുക്ക് USDT ആയിട്ടാണ് റിട്ടേൺ കാത്തുക. അപ്പൊ നമ്മൾ അവിടെ എത്ര USDTക്കാണോ നമ്മൾ അവിടെ ടോക്കൺ ഫാമിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, ആ അതിന്റെ 0.20% ഡെയിലി മന്ത്ലി 6% എന്ന നിലയ്ക്ക് നമുക്ക് എന്തെന്നു ഡെയിലി റിട്ടേൺ ആരംഭിക്കും. അതും 1000 ദിവസക്കാലത്തേക്ക് പോകുന്നുണ്ടാവും. അങ്ങനെ എത്ര USDTക്ക് നമ്മൾ ഫാമിംഗ് നടത്തിയോ അതിന്റെ ഇരട്ടി USDTക്ക് തത്തുല്യമായിട്ടുള്ള PVC മെറ്റ നമ്മളിലേക്ക് എത്തുന്ന ഒരു പ്രോഗ്രാമാണ് ശരിക്കും ടോക്കൺ ഫാമിംഗ് എന്ന് പറയുന്നത്. ഇന്ന് കോടാനുകോടി രൂപ ടോക്കൺ ഫാമിങ്ങിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആളുകളുണ്ട്. കാരണം ധൈര്യമായിട്ട് ചെയ്യാം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇതെല്ലാം നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്, നമ്മുടെ വാലറ്റിലാണ് ഇരിക്കുന്നത്, അത് നമ്മുടെ ഉത്തരവാദിത്തത്തിലാണ് ഇരിക്കുന്നത്. അതിന്റെ കസ്റ്റോഡിയൻകളാണ്. വേറെ ആർക്കും അത് കയറി ഇത് തുറക്കാനോ കൈകാര്യം ചെയ്യാനോ സാധ്യമാകുന്ന ഒരു കാര്യമല്ല. പക്ഷേ മണ്ടത്തരം കാണിക്കരുത്. നമ്മളുടെ 12 പ്രൈസ് വേറെ ആർക്കും പറഞ്ഞു കൊടുക്കരുത്. നമ്മൾ വല്ലവർക്കും പറഞ്ഞു കൊടുത്തിട്ട് വല്ലവരും ഫണ്ട് അടിച്ചുകൊണ്ട് പോയി മിണ്ടാതിരിക്കുകയല്ലാണ്ട് വേറെ യാതൊരുവിധ വഴികളും നമ്മുടെ മുമ്പിലില്ല. അപ്പൊ ഇവിടെയും നോക്കൂ, നമ്മൾ എത്രയാണോ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരുന്നത് അതിന്റെ ഇരട്ടിക്കുള്ള USDT തത്തുല്യമായ PVC മെറ്റ നമ്മൾ പ്രോഗ്രാം ശരിക്കും എന്താണ് ഈ ടോക്കൺ ഫാമിംഗ് എന്ന് പറയുന്നത്. അപ്പൊ സീഡ് ഫണ്ടിങ്ങിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ ഡബിൾ നമുക്ക് കിട്ടാനുള്ള സാധ്യതയിലേക്ക് വരുന്നു. ടോക്കൺ ഫാമിംഗിലും ഇതിലേക്ക് നമുക്ക് ഡബിൾ കിട്ടാനുള്ളതിലേക്ക് വരുന്നു. ഒരു എക്സാമ്പിൾ പറയാമെങ്കിൽ നമുക്കറിയാം ഈ രണ്ട് ഭാഗത്ത് നമുക്ക് 85% നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ കഴിയുക. ബാക്കി 15% സിസ്റ്റം മുതൽ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ഉദാഹരണം പറയാൻ ഇപ്പോൾ ഒരു 1,09,000 രൂപ ഒരു വ്യക്തി മുടക്കി ഈ ടോക്കൺ ഫാമിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ അദ്ദേഹത്തിന് ഒരു 85% നമ്മൾ കണക്കൂട്ടി നോക്കിയാൽ ഏകദേശം 5,000 രൂപയിൽ കൂടുതൽ ഒരു മാസം അദ്ദേഹത്തിന് റിട്ടേൺ വരുന്ന ഒരു സാഹചര്യം നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയും. അങ്ങനെ എത്ര മാസം കിട്ടും? 33.5 മാസം കിട്ടും. അപ്പം ഇപ്പോഴത്തെ റേറ്റ് വെച്ചിട്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. ആ ഒരു പക്ഷേ നാളെ മുന്നോട്ട് വരുമ്പം റേറ്റ് കൂടുതൽ മാറ്റം വരും. അപ്പൊ ശരിക്കും ഒരു കൺഫേംഡ് ആയിട്ടുള്ള ഒരു 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 പ്രോഫിറ്റ് നമ്മൾ നോക്കുമെങ്കിൽ ഒരാള് 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഫാമിംഗ് സ്റ്റാർട്ട് ചെയ്താൽ ഏതാണ്ട് ഒരു 67,500 രൂപ, 1,67,500 രൂപ അദ്ദേഹത്തിന് 1000 ദിവസം കൊണ്ട് റിട്ടേൺ ആയിട്ട് ഇന്നത്തെ റേറ്റ് വെച്ചിട്ട് ഉള്ള രീതിയിൽ കിട്ടുന്ന ഒരു സാഹചര്യമാണുള്ളത്. നേരെ മറിച്ച് ഈ 1,00,000 രൂപ ബാങ്കിൽ കൊണ്ടിട്ടാൽ 1000 ദിവസം കൊണ്ട് എന്ത് കിട്ടുമെന്ന് ബഹുമാനി സദസ്സിന് 100% അറിയാം. ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പം മറ്റേതൊരു മേഖലയിലും നമുക്ക് എന്താണ് ഉള്ളൊരു ബുദ്ധിമുട്ടില്ലാതെ, റിസ്ക് ഇല്ലാതെ, കാരണം ഇവിടെ മേടിച്ചു വെച്ചാൽ പിറ്റേ ദിവസം സിസ്റ്റം പണി ആരംഭിക്കും. ആ സിസ്റ്റത്തിന്റെ ഭാഗത്ത് കിട്ടാവുന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇത് എൻകാഷ് ചെയ്യാനുള്ള ഒറ്റ ക്രിയാപരിപാടി മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് ഫണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കാം. അപ്പൊ ഒരു നല്ല വരുമാന മാർഗമായിട്ട് നമുക്ക് ഇതിനെ കാണാൻ വേണ്ടി കഴിയും. എന്നാൽ നമുക്ക് വേണം ഇത് ഉപയോഗിച്ച് കോടീശ്വരനാവാം. ഇത് ഉപയോഗിച്ച് കോടീശ്വരനാവാം. എന്ത് ചെയ്യണം? അല്പം ക്ഷമ വേണം. അല്പം ക്ഷമ. എന്താണ് വേണ്ടുന്ന ക്ഷമ? നമ്മളൊരു 1000 ദിവസത്തേക്ക് വിൽക്കാൻ തയ്യാറാകരുത്. നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന റിട്ടേൺ എടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ മുതലിന്റെ കൂടെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ 0.20 വെച്ചിട്ടാണല്ലോ ഡെയിലി റിട്ടേൺ. മുതൽ എത്രയാണ് അതനുസരിച്ച് ആവൂലേ ഈ 0.20 കാൽക്കുലേഷൻ. ആ മുതൽ നമ്മൾ ഈ വരുന്ന റിട്ടേൺ എടുത്ത് മുതലാക്കി നമ്മൾ ആഡ് ചെയ്തുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഏതാണ്ട് 7 ദിവസക്കാലം കൊണ്ട് ഇതൊരു 6 മടങ്ങായിട്ട് വർദ്ധിക്കുന്നതായിട്ട് കാണാം. എന്നുവെച്ചാൽ ഒരു 1000 ദിവസക്കാലം കൊണ്ട് 1,00,000 രൂപ ഒരു 6 ലക്ഷം രൂപയൊക്കെ മാറുന്നു.
അടുത്ത 1000 ദിവസം കൊണ്ട് 6 ലക്ഷം 36 ലക്ഷമാക്കി മാറ്റാം. ആരുടെ സഹായമില്ലാതെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ പറയണേ. 36 ലക്ഷമാക്കും. അടുത്ത 1000 ദിവസം കൊണ്ടോ അങ്ങനെ 1,80,00,000 ചെയ്യാം. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് എല്ലാവർക്കും കോടീശ്വരനായി മാറാൻ, കോടീശ്വരിയായി മാറാൻ ഇവിടെ സഹായിക്കുന്ന ഒരു ഉത്തമ സിസ്റ്റമാണ്. ഇനി നമുക്ക് ഇത്രയും സമയം കാത്തിരിക്കാൻ വയ്യ. കോടീശ്വരനായി മാറാൻ, കോടീശ്വരിയായി മാറാൻ നമുക്ക് ഈ 9 കൊല്ലം ഒന്ന് കാത്തിരിക്കാൻ വയ്യ. നമുക്കത് പെട്ടെന്നാവണം. അങ്ങനെയെങ്കിൽ യു ഹാവ് ടു റെക്കമെൻഡ് ദാറ്റ്. നിങ്ങൾ അത് പ്രൊമോട്ട് ചെയ്യുക. പ്രൊമോട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളുടെ എഗ്രിമെന്റ് വളരെ വേഗം നടക്കപ്പെടും. നിങ്ങൾക്ക് 1000 ദിവസം കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ആദ്യ ലെവലിൽ നിന്ന് 20-ഉം, രണ്ടാം ലെവലിൽ നിന്ന് 19-ഉം, മൂന്നാം ലെവലിൽ നിന്ന് 18-ഉം, ഇവർ ക്രമത്തിൽ 20 ലെവലുകളിൽ ഇൻസെന്റീവ് കിട്ടുന്നുണ്ട് ടോക്കൺ ഫോമിലും. അതിനായിട്ട് നിങ്ങൾ പ്രയത്നിക്കുക. അതിനുവേണ്ടിയാണ് നമ്മൾ ശരിക്കും ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകൾ നമ്മളിപ്പോ എല്ലാ സമയത്തും നടത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ശരിക്കും നമുക്കിവിടെ 100% രക്ഷപ്പെടാൻ വേണ്ടി കഴിയുന്ന കാര്യങ്ങൾ ഒരു വേണ്ട. പ്രോഗ്രാമിൽ എന്തൊക്കെ പ്രത്യേകത? 100% ബേസിക് മാനേജ്മെന്റ്. കഴിഞ്ഞ 300 കൊല്ലത്തെ പഴക്കമുള്ള ഈ ലോക സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന കുടുംബം എന്ന ഖ്യാതി നേടിയ ഒരു മാനേജ്മെന്റ് ആണ് ഇതിന്റെ പിന്നിലുള്ളത്. വെറും പൈസയല്ല, 90 ലക്ഷം കോടി ഇന്ത്യൻ മണി റിസർവ് ഫണ്ടായിട്ട് വെച്ചുകൊണ്ട് ഓൺ സെർവറിലാണ്, സ്വന്തം ഇന്റർനെറ്റിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇനി ഇവർ അവതരിപ്പിക്കുന്ന പ്രോഗ്രാം മൊത്തം ഫ്യൂച്ചറിസ്റ്റിക് ആണ്. മുന്നോട്ട് വരുന്ന സമയത്ത് ഇതിനെ കാണാതെ നമുക്ക് ആർക്കും മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അങ്ങനെയുള്ള സമയത്ത് ടെക്നോളജികളാൽ എന്താ പറയാ കൺട്രോൾ ചെയ്യപ്പെടുന്ന ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ടെക്നോളജികളെല്ലാം ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു കറൻസി അത് നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നു. ഒരു NFT നമ്മൾ അവതരിപ്പിക്കുന്നു. അതിലൂടെ നമുക്ക് കോടീശ്വരനായി മാറാൻ, കോടീശ്വരിയായി മാറാൻ സാധ്യത തരുന്നു. ദെൻ ഈ പ്രസ്ഥാനത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി നമ്മൾ മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചുരുങ്ങിയ സമയത്തിനകത്ത് അവർ കാലാവധി വരെയൊന്നും കാത്തിരിക്കേണ്ട, 1000 ദിവസമൊന്നും കാത്തിരിക്കേണ്ട. ചുരുങ്ങിയ സമയത്തിനകത്ത് നമുക്ക് നമ്മുടെ ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിലേക്ക് കടന്നു പോകാനുള്ള ഒരു വഴി നമ്മുടെ മുമ്പാകെ തെളിയുന്നു. അങ്ങനെ സീഡ് ഫണ്ടിങ്ങും ടോക്കൺ ഫാമിങ്ങും വളരെ ആക്റ്റീവാകുന്ന രീതിയിൽ ഇന്ന് ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഇനിയാണ് നമ്മൾ നമ്മുടെ ഫൈനൽ കാര്യത്തിലേക്ക് വരുന്നത്. എന്തുകൊണ്ട് PVC Meta ദ ഫ്യൂച്ചർ ഓഫ് മണി എന്ന് പറയുന്നു? എന്താണ് അതിന്റെ കാരണം? നമുക്കറിയാം 2022 ജൂലൈ 28 ശരിക്കും PVC Meta എന്ന് പറയുന്ന ഈ NFT ടോക്കണുമായി ബന്ധപ്പെട്ട് സീഡ് ഫണ്ടിങ്ങും ടോക്കൺ ഫാമിങ്ങും ഈ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെ? ഇപ്പൊ ഏകദേശം ഒരു 3 ലക്ഷത്തിനടുത്ത് വരുന്ന വാലറ്റ് ഹോൾഡേഴ്സിന് ഈ കഴിഞ്ഞ 2 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് ചെയ്യാൻ ഈ സിസ്റ്റത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ലോകത്തിന്റെ ജനസംഖ്യ നോക്കാനോ എത്രയാണ്? 3 ലക്ഷമാണോ? അല്ലെങ്കിൽ ഈ സിസ്റ്റം കഴിഞ്ഞ 9 കൊല്ലം കൊണ്ട് ഈ എന്താ പറയുക ഡിജിറ്റൽ ബാങ്കിങ് ഉൾപ്പെടെ 85 ലക്ഷത്തോളം ആൾക്കാർ, വേണ്ട 1 കോടി ആൾക്കാർ എന്ന് വെച്ചോളൂ, 1 കോടി ആൾക്കാരെ ഈ സിസ്റ്റത്തിന്റെ എന്താ വരവറിയിച്ചിട്ടുണ്ട്, ഇതിന്റെ ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട്. പക്ഷെ ലോക ജനസംഖ്യ എത്രയുണ്ട്? 800 കോടിക്ക് മുകളിലുണ്ട്. ഈ 800 കോടി ആൾക്കാരിലേക്ക് ഈ PVC Meta എത്തട്ടെ എങ്കിൽ മാത്രമല്ല ഇതിനെ ഫ്യൂച്ചർ ഓഫ് മണി എന്നുള്ള കാര്യത്തിലേക്ക് വരുള്ളൂ. ഇപ്പൊ അത് 1 കോടിക്ക് താഴെയല്ല നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ 800 കോടിയിലേക്ക് എത്താൻ ഈ 9 കൊല്ലം കൊണ്ടാണ് 1 കോടിക്ക് താഴെ വന്നത്. അങ്ങനെയെങ്കിൽ ഇത് 800 കോടിയിലേക്ക് എത്താൻ മാത്രം സമയം വേണ്ടി വരും. പിന്നെ എങ്ങനെയാണ് PVC Meta ദ ഫ്യൂച്ചർ ഓഫ് മണി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുക? സാധ്യമല്ലല്ലോ. പക്ഷെ ഫ്രണ്ട്സ് മനസ്സിലാക്കിക്കോളൂ, 2025 ഇത് സാധ്യമായിരിക്കും. ഇത് സാധ്യമായിരിക്കും. ലോകത്തെ ഈച്ച് ആൻഡ് എവറി പേഴ്സന്റെ ഭാഗത്തേക്ക് PVC Meta എത്തിച്ചേരുന്ന കാലഘട്ടമാണ് 2025. എങ്ങനെയെന്ന് ഞാൻ പറയാം. ഇത് ഡീപ്പ് വെബിന്റെ സഹായത്താൽ മനസ്സിലാക്കിയ ഒരു ഇൻഫർമേഷൻ ആണ്. സർഫേസ് വെബില് നമ്മൾ കയറി നോക്കിയാല് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുകയില്ല. ഇപ്പൊ നമുക്ക് ഡീപ്പ് വെബിന്റെ സഹായത്താല് ആ AI നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ AI പറഞ്ഞത് 2025 കൂടി ലോകം മൊത്തം കീഴടക്കുന്ന ഒരു സംവിധാനമായി PVC Meta അതിന് വേണ്ടുന്ന എല്ലാ സജ്ജീകരണങ്ങളും ഈ പേൾ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഫേം നടത്തി കഴിഞ്ഞതായിട്ടാണ് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം ഇന്ന് സോഷ്യൽ മീഡിയയുടെ സ്ഥാനം വളരെ വലുതാണ്, അല്ലെ? തീർച്ചയായിട്ടും ഇന്റർനെറ്റ് യൂസ് ചെയ്യാത്ത എത്ര പേരുണ്ട്? വളരെ ചുരുക്കം ആൾക്കാരാണ്. 100% നമ്മുടെ കൂടുതൽ സമയവും നമ്മൾ ചെലവഴിക്കുന്ന ശരിക്കും ഇന്റർനെറ്റിന്റെ സഹായത്താലാണ്. പണ്ട് പറഞ്ഞൊരു കാര്യം, ഒരു സെർച്ച് എഞ്ചിൻ വരുന്നു, ഒരു പുതിയ മാർക്ക് പ്രൈസ് പുറത്തു വരുന്നു. ആ മാർക്ക് പ്രൈസിലെ എല്ലാ ക്രിപ്റ്റോ കറൻസികളുടെയും ട്രാൻസാക്ഷൻ നമുക്ക് ചെയ്യാം. 2, PVC Meta നമുക്ക് 180-ൽ പരം
കറൻസികളിലേക്ക് ഫിയറ്റ് കറൻസികളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് 2. 3, പേൾവേ കൊണ്ടുവരുന്ന സെർച്ച് എഞ്ചിൻ എല്ലാ സോഷ്യൽ മീഡിയകളുമായി ബന്ധപ്പെട്ടിരിക്കും. നിങ്ങൾ ആ സെർച്ച് എഞ്ചിനിൽ കയറിയിട്ട് ഗൂഗിൾ ഓപ്പൺ ചെയ്യാം. നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്താൽ ആ സെർച്ച് എഞ്ചിൻ ആദ്യം ഓപ്പൺ ആക്കി ശേഷം നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്താൽ ആ നിമിഷം തൊട്ട് നിങ്ങൾക്ക് PVC മെറ്റ പ്രൈസ് ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് സെർച്ച് എഞ്ചിൻ ഉപയോഗിച്ച് ഫേസ്ബുക്കിലേക്ക് വരാം. ആ ഫേസ്ബുക്കിൽ നിങ്ങൾ ഒരു വീഡിയോ കണ്ടാൽ അവിടെ PVC മെറ്റ നിങ്ങൾക്ക് പ്രൈസ് ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് യൂട്യൂബിലേക്ക് പോകാം, ഇൻസ്റ്റാഗ്രാമിലേക്ക് പോകാം, വാട്സപ്പിലേക്ക് പോകാം. അവിടെ എല്ലാം നിങ്ങൾ ഇന്റർനെറ്റ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രൈസ് ആയിട്ട് PVC മെറ്റ കിട്ടും. ഫ്രണ്ട്സ്, ഇതുവരെ ഇന്റർനെറ്റ് യൂസ് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിന് ഒന്നും കിട്ടില്ല. കസ്റ്റമേഴ്സ് പൈസ മുടക്കി മാത്രമാണ് ഇന്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൂട്യൂബിൽ പൈസ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്, അവർ ബ്ലോഗേഴ്സ് ആണ്. അവർ ഏതെങ്കിലും വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അവിടെ ആ സെക്ഷന്റെ ഭാഗത്തേക്ക് ഇടുകയും കൂടുതൽ ആൾക്കാർ കാണുകയും ചെയ്യുമ്പോൾ യൂട്യൂബ് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉള്ള ഒരു റെമ്യൂണറേഷൻ കൊടുക്കുന്ന ഒരു കഥ വരെയാണ് നമുക്ക് ഇത് കാണാൻ കഴിയുന്നതെങ്കിൽ പേൾവേൻ ഈ ചരിത്രം മാറ്റിക്കുറിക്കുകയാണ്. പേൾവേൻ എന്താ ചെയ്യാൻ പോണേ? കസ്റ്റമർക്ക് പൈസ കൊടുക്കാൻ വേണ്ടി പോകുന്നു. കസ്റ്റമർ എത്രമാത്രം ഈ സെർച്ചിനെ യൂസ് ചെയ്യുന്നുണ്ടോ അതനുസരിച്ച് ഒരു ഇൻകം PVC മെറ്റയുടെ രൂപത്തിൽ കസ്റ്റമർ വാലറ്റിലേക്ക് വരുന്ന ഒരു സാഹചര്യം. ദെൻ അതോടൊപ്പം അങ്ങനെ വന്നാൽ നമ്മൾ ഇത് മറ്റുള്ളവരോട് റെക്കമെൻഡ് ചെയ്യുമോ ഇല്ലയോ? നമുക്ക് മൊബൈൽ റീചാർജ് ചെയ്യാനുള്ള പൈസയെങ്കിലും ഈ സെർച്ച് എഞ്ചിൻ ഉപയോഗിച്ച് കിട്ടുന്നുവെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള അമ്മ ഭാര്യയോട്, മക്കളോട്, മറ്റ് അയൽവക്കക്കാരോട്, ബന്ധുക്കളോട്, നമ്മുടെ സുഹൃത്തുക്കളോട് നമ്മളത് പറയുമോ ഇല്ലയോ? 100% തന്നെ ഈ സെർച്ച് എഞ്ചിൻ യൂസ് ചെയ്തോ നിങ്ങൾക്ക് റീചാർജിനുള്ള പൈസ ഈ സെർച്ച് എഞ്ചിനിലൂടെ കിട്ടും, എനിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം പറയും. അങ്ങനെ ലോകം മൊത്തം ഈ 800 കോടി ജനങ്ങളിലേക്കും PVC മെറ്റ പ്രോഗ്രാം 2025 നിറഞ്ഞു കവിയുന്ന ഒരു കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. PVC മെറ്റ ദ ഫ്യൂച്ചർ ഓഫ് മണി എന്ന ലെവലിലേക്ക് ഈ ഒരു വർഷക്കാലം കൊണ്ട് മാറാൻ പോവുകയാണ് ഫ്രണ്ട്സ്. അതിന്റെ പാർട്ട്ണർമാരാണ് നമ്മൾ. ഇനി വെറുതെ റെക്കമെൻഡ് ചെയ്യേണ്ട, സന്തോഷം കൊണ്ട് മാത്രം റെക്കമെൻഡ് ചെയ്യേണ്ട. റെക്കമെൻഡ് ചെയ്താലോ ആ റെക്കമെൻഡ് ചെയ്യുന്ന കാര്യത്തിന് നമുക്ക് അഡീഷണൽ ഇൻകം വേറെയും AI ചോദിക്കുമ്പോ നമ്മൾ ചോദിക്കുന്നത് എങ്ങനെ PVC മെറ്റ ഫ്യൂച്ചർ ഓഫ് മണി ആയിട്ട് മാറുമെന്ന് പറയുമ്പോ AI നമുക്ക് പറഞ്ഞു തരുന്നു, ഡീപ്പ് വെബിന്റെ സഹായത്താൽ പറഞ്ഞു തരുന്നു അതിനുള്ള സെറ്റിംഗ്സ് മുഴുവൻ. ഇപ്പോൾ ഇതാ ഈ സിസ്റ്റം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമുക്ക് ഡീപ്പ് വെബിലൂടെ സെർച്ച് ചെയ്യുമ്പോൾ പറഞ്ഞു തരുന്നു. ഫ്രാൻസിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ചാകരയാണ്. അതായത് ഈച്ച് ആൻഡ് എവറി കോർണറിലേക്ക് PVC മെറ്റ ഒഴുകിയിറങ്ങുകയും ഈ ലോകത്തെ എല്ലാ മനുഷ്യരുടെയും എല്ലാവിധ കാര്യങ്ങൾക്ക് വേണ്ടി PVC മെറ്റ ഉപയോഗിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് സിസ്റ്റം. അതുകൊണ്ടാണ് അവർ ഇതിനെ വിളിച്ചത് ഫ്യൂച്ചർ ഓഫ് മണി. ഇത് ഭാവിയുടെ പണ എന്ന് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ആ സിസ്റ്റത്തിന്റെ പാർട്ട്ണർമാരാണ് നമ്മൾ. അതിന്റെ പാർട്ട്ണർമാർ ഈ സിസ്റ്റത്തിനോടൊപ്പം ആദ്യം വന്ന ആളുകളാണ് നമ്മൾ. അങ്ങനെയെങ്കിൽ നമുക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട്? ഇനി മുന്നോട്ടുള്ള ഫ്യൂച്ചർ എന്ന് പറയുന്നത് എത്രമാത്രമാണ്? ഇപ്പൊ തന്നെ 2025 തൊട്ടാണ് ശരിക്കും ഈ സിസ്റ്റം ലൈവായിട്ട് മാറാൻ വേണ്ടി പോകുന്നതെങ്കിൽ ഇപ്പൊ തന്നെ ഡെയിലി 8 ലക്ഷവും 10 ലക്ഷവും ഒക്കെ ഇൻകം മേടിക്കുന്ന ആളുകൾ ഈ ഒരു വഴിയിലേക്ക് വന്നു. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ആരും പ്രവർത്തിച്ചില്ലെങ്കിലും PVC മെറ്റ അത് അതിന്റെ നിലവാരത്തിൽ മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട, യാതൊരുവിധ തർക്കത്തിന്റെ കാര്യങ്ങൾ വേണ്ട. നമ്മൾ വാങ്ങിയാലും കൊള്ളാം, വാങ്ങിയില്ലാലും കൊള്ളാം. അതേക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ബിറ്റ്കോയിനിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ മതി. നമ്മൾ എത്ര പേരുടെ കയ്യിൽ ബിറ്റ്കോയിൻ ഉണ്ട്? ബിറ്റ്കോയിന് 86 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് നീട്ടി മാറിയിരിക്കുന്നു. അപ്പൊ PVC മെറ്റ ആ മുകളിലേക്ക് പോകുന്ന കാര്യത്തിനകത്ത് ഒരു തർക്കവും നമ്മുടെ മുമ്പിൽ വേണ്ട. പക്ഷേ നമ്മളുടെ ജീവിതം സുരക്ഷിതമാക്കി മാറ്റുവാൻ, നമ്മുടെ ലൈഫ് സെക്യൂർ ആക്കി മാറ്റുവാൻ ഈ ഒരു പ്രോഗ്രാമിനെ വേണ്ടതുപോലെ വിനിയോഗിച്ചാൽ 100% നമ്മുടെ സെറ്റിൽ മാറുന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവും വേണ്ട. അങ്ങനെ എല്ലാവിധ ആളുകൾക്കും കേൾക്കുന്ന പ്രിയപ്പെട്ട എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട്
എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ. അത്രയ്ക്കും എക്സൈറ്റഡ് ആണ് ഞാൻ. എല്ലാവർക്കും വിജയാശംസ നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.